സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് കാസർഗോഡ് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം ആരംഭിച്ചു. CPM-ന്റെ MV ബാലകൃഷ്ണന് വേണ്ടിയാണ് വോട്ടഭ്യർത്ഥിച്ച് ചുമരെഴുത്ത് തുടങ്ങിയത്. വിവരങ്ങൾ ഷഫീഖ് നസറുള്ള നൽകും കാസർഗോഡ് നിന്ന്. ഷഫീഖ്, സാധാരണ രീതിയിൽ LDF-ൽ ഇത് പതിവില്ലല്ലോ? ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് അണങ്കൂരിലാണ്. അണങ്കൂരിലെ ചുമരിലാണ് ഇപ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ചുമരെഴുത്ത് പുരോഗമിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ചുമരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ തന്നെ എഴുത്തുകൾ വ്യാപകമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേര് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ന് 11:15 കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടക്കുക 3 മണിക്കാണ് എന്ന് അറിഞ്ഞതോടെ ഔദ്യോഗികമായ പ്രചാരണ പ്രവർത്തനങ്ങൾ 3:15 കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും എന്നാണ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാസർഗോഡ് അണങ്കൂർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ MV ബാലകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. LDF-ൽ നേരത്തെ ഇത്തരത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ചുമരെഴുത്തുകൾ സാധാരണമായിരുന്നില്ല. എന്നാൽ ഇത്തവണ MV ബാലകൃഷ്ണന് വേണ്ടിയുള്ള ചുമരെഴുത്തുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നഗരസഭയിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അണങ്കൂർ പ്രദേശത്താണ് ഇങ്ങനെ ചുമരെഴുത്ത് നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ചുമരെഴുത്ത് പൂർത്തിയായിട്ടുണ്ട്. അവിടെയും LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകളാണ് വ്യാപകമായത്.